E20 അല്ലെങ്കിൽ എഥനോൾ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം തെളിയുന്ന ഒരു ചിത്രം ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നിതിൻ ഗഡ്കരിയുടേതാകും. E20 എന്ന് പറഞ്ഞാൽ 20% എഥനോൾ മിശ്രിതമടങ്ങിയ പെട്രോൾ ഇന്ധനം എന്നർത്ഥം. മറ്റൊന്നും കൊണ്ടല്ല, രാജ്യത്തെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൽ എഥനോൾ ചേർക്കുക എന്ന ആശയത്തിന്റെ മുഖ്യ വക്താവ് ഗഡ്കരിയായിരുന്നു. രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും കർഷകരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ്, അല്ലാതെ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല E20 പദ്ധതി അവതരിപ്പിക്കുന്നതെന്നാണ് പലപ്പോഴായി പല അഭിമുഖങ്ങളിലായി ഗഡ്കരി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കാലയളവിൽ എഥനോൾ കൊണ്ട് അസാധാരണ വളർച്ചയുണ്ടായ ഒരു കമ്പനിയെ കൂടി പരിചയപ്പെടുത്താം. സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നാണ് ആ വ്യവസായ സ്ഥാപനത്തിന്റെ പേര്. 2024 ജൂൺ പാദത്തിൽ 17.5 കോടിയായിരുന്നു കമ്പനിയുടെ വരുമാനം. 2025 ജൂൺ പാദമാകുമ്പോഴേക്കും അത് നേരെ 511 കോടിയിലേക്ക് ഒറ്റ കുതിപ്പാണ്. അസാധാരണമായ, അടുത്ത കാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു വളർച്ച. ഇനി ആ കമ്പനിയുടെ ഉടമയുടെ പേര് കൂടി പറയാം. നിഖിൽ ഗഡ്കരി എന്നാണ് സിയാൻ MDയുടെ പേര്. പേര് കേട്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ടാകും. അതെ, സാക്ഷാൽ നിതിൻ ഗഡ്കരിയുടെ മകൻ തന്നെ. എഥനോൾ രംഗത്ത് തന്നെ പുതിയ ബിസിനസ് ഭാഗ്യാന്വേഷിയായ മറ്റൊരു പുത്രൻ കൂടിയുണ്ട് ഗഡ്കരിക്ക്. സാരംഗ് ഗഡ്കരി. മാനസ് അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന പേരിൽ സാരംഗ് സ്വന്തമായി തുടങ്ങിയ കമ്പനി എഥനോൾ രംഗത്തും ചുവടുറപ്പിച്ചതിന് പിന്നാലെ ജ്യേഷ്ഠൻ നിഖിൽ ഗഡ്കരിയുടെ കമ്പനിയിൽ ലയിച്ചിരിക്കുകയാണ്. കാർഷിക വ്യവസായ രംഗത്ത് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കഴിഞ്ഞ വർഷമാണ് ആദ്യമായി എഥനോൾ രംഗത്ത് പരീക്ഷണം നടത്താനിറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2024 ഫെബ്രുവരിയിലാണ് CO2 അടിസ്ഥാനമായുള്ള എഥനോൾ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കരാറിൽ കമ്പനി ഒപ്പിടുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, രാജ്യത്തെ പെട്രോളിയം രംഗം പൂർണ്ണമായി എഥനോൾ മിശ്രിതമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമം ഇറങ്ങിയതിന് പിന്നാലെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന എല്ലാ വാഹനങ്ങളും E20 കംപ്ലയിന്റ് ആകണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറങ്ങിയത് 2023 ഏപ്രിലായിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കണം. മേഖലയിൽ ഒരു മുൻപരിചയവുമില്ലാത്ത കമ്പനി 2024 ജൂണിൽ 17 കോടി രൂപയായിരുന്നു സിയാൻ ഇൻഡസ്ട്രീസിന്റെ വിറ്റുവരവ്. എന്നാൽ അവിടുന്ന് അങ്ങ് ഒറ്റ കുതിപ്പായിരുന്നു. ഒരൊറ്റ വർഷം കമ്പനിയുടെ വരുമാനത്തിലുണ്ടായത് ഏകദേശം 3000% വളർച്ച. കഴിഞ്ഞ വർഷം 43 രൂപയായിരുന്ന ഓഹരി വില ഇപ്പോൾ 668 രൂപയിലെത്തിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതുവരെയും ഭക്ഷ്യ എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും വിൽക്കുകയും കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്ത കമ്പനി പെട്ടെന്നൊരു നാൾ എഥനോൾ എന്ന മറ്റൊരു മേഖലയിലേക്ക് ചുവടുമാറ്റുന്നു. തീർത്തും അസാധാരണമായ കമ്പനിയുടെ ആസ്തിയും ഓഹരി മൂല്യവും വിറ്റുവരവുമെല്ലാം കുതിച്ചുയരുന്നു. ഇന്ത്യയെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയുടെ അമിത ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുക, അതിലൂടെ ഇന്ധനവില കുത്തനെ കുറച്ച് പൗരന്മാർക്ക് ആശ്വാസമേകുക, കാർബൺ ബഹിർഗമനം കുറച്ച് രാജ്യത്തിന്റെ പരിസ്ഥിതിയും മലിനമായ അന്തരീക്ഷവും സംരക്ഷിക്കുക, കരിമ്പുൾപ്പെടെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കരുത്താകുക. E20 പദ്ധതിക്കായി ഗഡ്കരിയും കേന്ദ്ര സർക്കാരും നിരന്തരം ഉയർത്തിയ, ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ രാജ്യത്തെ സാധാരണ പൗരന്മാർക്കും കർഷകർക്കും ഒക്കെ തന്നെയാണോ പദ്ധതിയുടെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നതെന്ന ചോദ്യമാണ് പുതിയ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ ഉയരുന്നത്. കോൺഗ്രസും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയുമെല്ലാം സംശയങ്ങളുമായി രംഗത്തെത്തിയതും വെറുതെയല്ല. നിങ്ങൾ E20 പെട്രോൾ നിറയ്ക്കുമ്പോഴെല്ലാം അത് നിഖിൽ ഗഡ്കരി എന്ന ഈ കഠിനാധ്വാനിയായ മാന്യദേഹത്തിന്റെ ജീവിതമാർഗമാണ് മെച്ചപ്പെടുത്തുന്നതെന്നാണ് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ ഔദ്യോഗിക X ഹാൻഡിലിൽ പരിഹസിച്ചത്. 2024 ജൂൺ പാദത്തിൽ നിന്ന് ഒരു വർഷം കൊണ്ട് 2905% ചെറിയൊരു കുതിപ്പാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഓഹരി മൂല്യവും 43 രൂപയിൽ നിന്ന് 668ലേക്ക് കുതിച്ചുയർന്നു. അതുകൊണ്ട് E20 നിറച്ചുകൊണ്ടിരുന്നോളൂ. നിഖിലിനെ അതിവേഗം വളരാൻ സഹായിക്കൂ. മോഡിഫൈഡ് ഇന്ത്യയിലേക്ക് സംഭാവന ചെയ്യൂ. നിങ്ങളുടെ എഞ്ചിൻ നശിച്ചാലും നിഖിലിനെ പോലെയുള്ള ഒരു സംരംഭകന്റെ സ്വപ്നങ്ങൾക്കാണ് കരുത്ത് പകരുന്നതെന്നും കോൺഗ്രസ് പോസ്റ്റിൽ പരിഹസിക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരെ കുടുംബാധിപത്യവും അഴിമതിയുമെല്ലാം ആരോപിച്ച് നിരന്തരം ആക്രമിക്കുന്നവരാണ് മോദി, അമിത്ഷാ മുതൽ ഗഡ്കരിയും നഡ്ഡയും BJP നേതാക്കളുമെല്ലാം. ഇതെല്ലാം പറഞ്ഞ് 2014 മുതൽ അധികാരത്തിലിരിക്കുന്നവരുമാണ് അവർ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് ആരാണ് കൊഴുത്ത് വളരുന്നതെന്നതിന്റെ ഉദാഹരണങ്ങളാണ് ജയ്ഷാ മുതൽ ഗഡ്കരി പുത്രന്മാർ വരെയുള്ളവരെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആക്ഷേപമുയർത്തുന്നു.